ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 205 വാല്യം 5 ധൂർത്തപുത്രന്റെ ഉപമ. വാതിലിനു വെളിയിലേക്ക് നോക്കിക്കൊണ്ട് ഈശോ പറയുന്നു, എൻഡോറിലെ ജോൺ, ഇങ്ങു വരൂ, നിന്നോട് ഒന്ന് സംസാരിക്കട്ടെ. ബാലന് എന്തോ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരുന്ന അയാൾ കുട്ടിയെ വിട്ട് ഉടനെ ഈശോയുടെ പക്കലേക്ക് ചെല്ലുന്നു. ഗുരുവേ, എന്നോട് എന്തു പറയാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? എന്റെ കൂടെ മുകളിലത്തെ തട്ടിലേക്ക് വരൂ. രണ്ടുപേരും മട്ടുപ്പാവിലെത്തി ഏറ്റവും തണലുള്ള സ്ഥലത്ത് ചെന്നിരിക്കുന്നു. കാരണം സമയം പ്രഭാതമാണെങ്കിലും വെയിലിന് നല്ല ചൂടുണ്ട്. ധാന്യങ്ങൾ വിളഞ്ഞുകിടക്കുന്ന വയലുകളിലേക്ക് നോക്കിക്കൊണ്ട് അവയിലുണ്ടാകുന്ന അവസ്ഥാന്തരങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തോ പറയാനൊരുങ്ങുന്നത് പോലെ തോന്നും. കേൾക്കൂ ജോണേ, യോഹന്നാന്റെ കൃഷിപ്പണിക്കാർ തിരിച്ചു പോകുന്നതിന് മുമ്പ് അവരെയും കൊണ്ട് ഐസക്ക് ഇന്ന് വരുമെന്ന് തോന്നുന്നു. അവരെ വണ്ടിയിൽ അയക്കണമെന്ന് ലാസറസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം താമസിച്ച് തിരിച്ചു ചെന്നാൽ അവർ ശിക്ഷിക്കപ്പെടും. ലാസർ സമ്മതിച്ചു. ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ലാസറസ് ചെയ്തു തരുന്നുണ്ട്. എന്നാൽ നിന്നിൽ നിന്ന് വേറൊരു കാര്യമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കർത്താവിന്റെ ദരിദ്രർക്ക് കൊടുക്കാൻ ഒരാൾ ഏൽപ്പിച്ചിട്ടുള്ള കുറെ പണം എന്റെ പക്കലുണ്ട്. സാധാരണയായി പണം സൂക്ഷിക്കുന്നതും സാധുക്കൾക്ക് കൊടുക്കുന്നതും എന്റെ അപ്പസ്തോലന്മാരിൽ ഒരാൾ തന്നെയാണ്. മിക്കപ്പോഴും കറിയോത്തുകാരൻ യൂദാസ്, ചിലപ്പോൾ മറ്റാരെങ്കിലും. എന്നാൽ യൂദാസ് ഇവിടെ ഇല്ല. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. യൂദാസിനോടും ഞാൻ പറയുമായിരുന്നില്ല, എന്റെ നാമത്തിൽ നീ അത് ചെയ്യണം. എന്റെ കർത്താവേ, ഞാനോ? ഓ, എനിക്കതിന് യോഗ്യതയില്ല. എന്റെ നാമത്തിൽ ജോലി ചെയ്ത് നീ പരിചയിക്കണം. നീ വന്നത് അതിനല്ലേ? അതെ, എന്നാൽ ഞാൻ വിചാരിച്ചത് എന്റെ ആത്മാവിന്റെ കാര്യം ശരിയാക്കാൻ ഞാൻ പണി ചെയ്യണമെന്നാണ്. കൊള്ളാം, അതിനുള്ള വഴികൾ ഞാൻ തരാം. എന്തിനെതിരെയാണ് നീ പാപം ചെയ്തത്? കാരുണ്യത്തിനും സ്നേഹത്തിനുമെതിരായി. അതിനെ വീണ്ടും പണിതുയർത്തേണ്ടത് കാരുണ്യവും സ്നേഹവും കൊണ്ടാണ്. അതിനുള്ള പദാർത്ഥങ്ങൾ ഞാൻ തരാം. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവർത്തനങ്ങൾക്കായി നിന്നെ ഞാൻ ഉപയോഗപ്പെടുത്തും. ചികിത്സ ചെയ്യാനും പ്രസംഗിക്കാനും നിനക്കറിയാമല്ലോ. ശാരീരികവും ധാർമ്മികവുമായ അരിഷ്ടതകൾ നീക്കാൻ നിനക്ക് യോഗ്യതയുണ്ട്. അത് നിർവഹിക്കാനുള്ള കഴിവുമുണ്ട്. ഈ പ്രവൃത്തിയോടെ നീ ആരംഭിക്കും. ഇതാ പണസഞ്ചി. ഇത് മിക്കായ്ക്കും അവന്റെ കൂട്ടുകാർക്കുമായി കൊടുക്കണം. ഞാൻ പറയുന്നത് പോലെ വീതിച്ചു കൊടുക്കണം. ആദ്യമേ തുല്യമായിട്ടുള്ള 10 വീതമായി തിരിക്കണം. അതിൽ 4 ഭാഗം മിക്കായുടെ കയ്യിൽ കൊടുക്കുക. 1 മിക്കായ്ക്കും സാവൂൾ, ജോയൽ, ഐസയ എന്ന 3 പേർക്കും ഓരോന്ന് വീതവും. പിന്നെ 6 വീതം മിക്കായെ ഏൽപ്പിച്ചിട്ട് അത് ജാബസിന്റെ വൃദ്ധനായ പിതാവിനും കൂട്ടുകാർക്കും കൊടുക്കാൻ പറയണം. അങ്ങനെ സ്വല്പം ആശ്വാസം അവർക്ക് ലഭിക്കാനിടയാകും. ശരി, എന്നാൽ ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയണം? സ്വന്തം ആത്മരക്ഷയ്ക്കായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇതെന്ന് പറയുക. എന്നാൽ അവര് വിചാരിക്കും ദാതാവ് ഞാനാണെന്ന്. അത് പറ്റുകയില്ലല്ലോ. എന്തുകൊണ്ട്? നിന്നെ തന്നെ രക്ഷിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? ഞാനാണ് ദാതാവെന്ന് വിചാരിക്കരുതല്ലോ. ശരി, എങ്കിലും ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. ഞാൻ അനുസരിക്കാം. എന്നാൽ ഞാനും എന്തെങ്കിലും തരട്ടെ? എങ്ങനെയായാലും ഇപ്പോൾ എനിക്കൊന്നിന്റെയും ആവശ്യമില്ലല്ലോ. ഞാൻ പുസ്തകങ്ങൾ വാങ്ങുന്നില്ല. തീറ്റ വാങ്ങിക്കൊടുക്കാൻ കോഴിയുമില്ല. ഏറ്റവും തുച്ഛമായവ കൊണ്ട് എനിക്ക് സംതൃപ്തിയുമാണ്. ഇത് സ്വീകരിക്കണമേ ഗുരുവേ. എന്റെ ചെരുപ്പിന്റെ ആവശ്യത്തിന് സ്വല്പം പണം ഞാൻ കരുതിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബെൽറ്റിൽ തൂക്കിയിട്ടിരുന്ന ഒരു സഞ്ചിയിൽ നിന്ന് ഏതാനും നാണയങ്ങൾ എടുത്ത് അയാൾ ഈശോ കൊടുത്ത പണത്തോട് ചേർക്കുന്നു. നിന്റെ കാരുണ്യത്തിന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ജോണേ. അധികം താമസിയാതെ നമ്മൾ പിരിയും. നീ ഐസക്കിന്റെ കൂടെ ആയിരിക്കും പോകുന്നത്. ഗുരുവേ, അങ്ങനെ പോകുന്നത് എനിക്ക് സങ്കടമാണ്. എന്നാലും ഞാൻ അനുസരിക്കും. നിന്നെ വിടുന്നത് എനിക്കും സങ്കടമാണ്. എന്നാൽ എനിക്ക് പര്യടനം ചെയ്യുന്ന ശിഷ്യരെ വളരെ ആവശ്യമുണ്ട്. എനിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല. താമസിയാതെ തന്നെ അപ്പസ്തോലന്മാരെയും ശിഷ്യരെയും ദൗത്യ നിർവഹണത്തിന് ഞാൻ അയച്ചു തുടങ്ങും.
നീ ധാരാളം നന്മ ചെയ്യും. പ്രത്യേക ദൗത്യങ്ങൾക്കായി നിന്നെ ഞാൻ നിയോഗിക്കും. അതിനിടയ്ക്ക് ഐസക്കിന്റെ കൂടെ പരിചയിച്ച് നിനക്ക് സ്വഭാവ രൂപീകരണം ലഭിക്കും. അവൻ എത്ര നല്ലവനാണ്. അവന്റെ ദീർഘകാല രോഗത്തിനിടയിൽ ദൈവത്തിന്റെ അരൂപി അവനെ അനേകം നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും എല്ലാം ക്ഷമിച്ചിട്ടുള്ള മനുഷ്യനാണ് അയാൾ. പിന്നെ ഇപ്പോൾ നമ്മൾ വേർപിരിയുന്നെങ്കിലും അതിനർത്ഥം ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ലെന്നും മറ്റുമല്ല. നമ്മൾ പലപ്പോഴും തമ്മിൽ കാണും. നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോഴെല്ലാം നിനക്ക് വേണ്ടി തന്നെ ഞാൻ പ്രസംഗിക്കും. അതോർത്തിരുന്നു കൊള്ളൂ. ജോൺ തല വളരെ താഴ്ത്തി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ഓ, എന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകത്തക്ക എന്തെങ്കിലും പറയണമേ. ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുമെന്നും എന്റെ ആത്മാവിനെ ഞാൻ എന്തായിട്ടാണ് കാണുന്നതെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ. വിദ്വേഷത്തിന്റെ പുകയെല്ലാം പോയി മറഞ്ഞു. എങ്കിൽ തന്നെയും ദൈവത്തെക്കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്നും എനിക്കറിയാം. കരയാതിരിക്കൂ, എളിമയുള്ളവനായിരിക്കൂ, എന്നാൽ നിരാശനാകരുത്. നിരാശ നിഗളം തന്നെയാണ്. എളിമയുള്ളവനായിരിക്കൂ, അത് മതി. സന്തോഷവാനാകൂ, കരയാതിരിക്കൂ. ജോൺ ക്രമേണ ശാന്തനാകുന്നു. അവൻ ശാന്തനായെന്ന് കണ്ടപ്പോൾ ഈശോ പറയുന്നു, വരൂ, നമുക്ക് ആപ്പിൾ മരക്കൂട്ടത്തിന്റെ തണലിലേക്ക് പോകാം. അവിടെ ചെന്ന് മറ്റുള്ളവരെയും സ്ത്രീകളെയും വിളിക്കാം. എല്ലാവരോടും ഞാൻ സംസാരിക്കാം. എന്നാൽ ദൈവം നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നിന്നോട് പറയും. അവർ ആപ്പിൾ തോട്ടത്തെ ലക്ഷ്യമാക്കി നടക്കുന്നു. വഴിയിൽ കാണുന്ന എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ തോട്ടത്തിലെ വൃക്ഷത്തണലിൽ ഇരിക്കുന്നു. തീക്ഷ്ണനായ സൈമണോട് സംസാരിച്ചിരുന്ന ലാസറസും അവരുടെ കൂടെ ചേർന്നു. ആകെ 20 പേർ കാണും. വൃത്താകൃതിയിൽ ഒരു വലയം ഇട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കൂ. അനേകം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പ്രകാശം നൽകാൻ കഴിയുന്ന മനോഹരമായ ഒരു ഉപമയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്തവൻ അനുസരണയും സ്നേഹവും ഉള്ളവനും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവനും ആയിരുന്നു. ഇവന് താരതമ്യേന ബുദ്ധി കുറവായിരുന്നതിനാൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായി. സ്വയം തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടേണ്ടല്ലോ. ഇളയവൻ കൂടുതൽ ബുദ്ധിയുള്ളവനായിരുന്നു. എന്നാൽ എതിർപ്പുകാരനും കാര്യഗൗരവമില്ലാതെ ആഡംബരവും സുഖവും അന്വേഷിക്കുന്നവനും ധൂർത്തടിക്കുന്ന മടിയനുമായി. ബുദ്ധി ദൈവത്തിന്റെ ഒരു വലിയ ദാനമാണ്. എന്നാൽ അത് നന്നായി ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് ചില മരുന്നുകൾ പോലെയാണ്. വിധിപ്രകാരം കഴിച്ചില്ലെങ്കിൽ രോഗശാന്തിക്ക് പകരം മരണമായിരിക്കും സംഭവിക്കുക. അവന്റെ പിതാവ് മകനെ തിരുത്തേണ്ടത് തന്റെ അവകാശവും കടമയുമാണല്ലോ എന്നോർത്ത് കുറെ കൂടെ ഉത്തരവാദിത്വത്തോടെ ജീവിക്കാൻ മകനെ ഉപദേശിച്ചു. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. അവൻ തറുതല പറയുകയും വാശി പിടിച്ച് അവന്റെ ദുഷിച്ച വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവസാനം ഒരു ദിവസം ഒരു വലിയ വഴക്കിന് ശേഷം ഇളയവൻ അപ്പനോട് പറഞ്ഞു, എന്റെ വീതം എനിക്ക് തരിക, എന്നാൽ പിന്നെ എവിടെയെങ്കിലും ഞാൻ പൊയ്ക്കൊള്ളാം. അപ്പന്റെ ശകാരവും ചേട്ടന്റെ പരാതികളും ഇനി ഉണ്ടാകയില്ലല്ലോ. ഓരോരുത്തനും അവനവനുള്ളത് ലഭിക്കട്ടെ. പിന്നീട് ഒച്ചപ്പാട് വേണ്ടല്ലോ. അപ്പൻ പറഞ്ഞു, സൂക്ഷിച്ചുകൊള്ളൂ, താമസിയാതെ നീ നശിക്കും. അപ്പോൾ നീ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു നോക്കൂ. നിന്നെ സഹായിക്കാനായി എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതാകും. നിന്റെ സഹോദരന്റെ സ്വത്തിൽ നിന്നും 1 രൂപ പോലും എടുത്ത് ഞാൻ തരികയില്ല. ഞാൻ അപ്പനോട് ഒന്നും ചോദിക്കയില്ല. അക്കാര്യത്തിൽ മാറ്റമില്ല എന്ന് അപ്പൻ മനസ്സിലാക്കിക്കോ. എന്റെ വീതം എനിക്ക് വേണം, അത് തന്നേക്കൂ. പണമായും ആഭരണങ്ങളായും പുരയിടങ്ങളായും മറ്റു വിധത്തിലുമുണ്ടായിരുന്ന സ്വത്തുക്കൾക്ക് വില കണക്കാക്കി. മൂത്തവന് പുരയിടങ്ങളും കാലികളും കൃഷിയിടങ്ങളും നൽകി. ഇളയവന് പൊന്നും പണവും കൊടുത്തു. അയാൾ ആഭരണങ്ങളെല്ലാം വിറ്റ് മുഴുവൻ പണമാക്കി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം ചെയ്ത ശേഷം വളരെ ദൂരെയുള്ള സ്ഥലത്തേക്ക് അവൻ പോയി. അവിടെ ചെന്ന് ഒരു രാജകുമാരനാണവൻ എന്ന് എല്ലാവരെയും ധരിപ്പിച്ചു. ഒരു വലിയ പ്രഭുവിനെ പോലെ ജീവിച്ച് പണമെല്ലാം ധൂർത്തടിച്ചു. ഒരു ഗ്രാമീണന്റെ മകനാണ് താനെന്ന് സമ്മതിക്കുന്നത് ഒരു വലിയ നാണക്കേടായി അവൻ കരുതി.
അങ്ങനെ അവന്റെ അപ്പനെ തള്ളിപ്പറഞ്ഞു. വിലയേറിയ വസ്ത്രങ്ങൾ, വീഞ്ഞ്, കളികൾ, കൂട്ടുകാർ, സ്ത്രീകൾ, വലിയ വിരുന്നുകൾ, ഇങ്ങനെ അയഞ്ഞ ഒരു ജീവിതം നയിച്ചു. കുറച്ചു നാളുകൊണ്ട് പണമെല്ലാം തീർന്നു. ദാരിദ്ര്യം കണ്ടു തുടങ്ങി. പോരാഞ്ഞിട്ട് ആ കാലത്ത് നാട്ടിലാകെ ക്ഷാമം ബാധിച്ചു. അതിനാൽ അവസാനത്തെ പൈസ പോലും കൈവിട്ടു പോയി. അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്ന് അവന് തോന്നി. എന്നാൽ അഹങ്കാരിയായിരുന്നതുകൊണ്ട് പോകേണ്ട എന്ന് നിശ്ചയിച്ചു. അനന്തരം ആ നാട്ടിലെ ഒരു ധനികന്റെ പക്കലേക്ക് അവൻ ചെന്നു. ഇവന്റെ കൂടെ ധൂർത്തടിക്കാൻ കൂട്ടുകൂടിയവരിൽ ഒരുവനായിരുന്നു അയാൾ. അയാളോട് പറഞ്ഞു, എന്റെ സ്വത്തുക്കൾ അനുഭവിച്ച് നീ ആനന്ദിച്ചതിനെ ഓർത്ത് ഇവിടെ എനിക്ക് ജോലി തരണമേ എന്ന്. നോക്കൂ മനുഷ്യന്റെ ഭോഷത്വം. അപ്പന്റെ പക്കൽ ചെന്ന് മാപ്പ് ചോദിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് അന്യന്റെ പക്കൽ ചെന്ന് അടി വാങ്ങിക്കാനാണ്. അവന്റെ കൂടിയ ബുദ്ധി കൊണ്ട് പ്രയോജനരഹിതമായ പലതും പഠിച്ചു. എന്നാൽ പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്ന ഇക്കാര്യം പഠിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. സ്വന്തം പിതാവിനെ ഉപേക്ഷിക്കുന്നവൻ സ്വയം അപകീർത്തി വരുത്തുന്നു. അമ്മയെ കോപിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു. അവന് ബുദ്ധിയുണ്ടായിരുന്നു, എന്നാൽ ജ്ഞാനമില്ലാതെ പോയി. അവൻ ജോലിക്കായി സമീപിച്ച മനുഷ്യൻ ഭോഷനായ ഇവനോടൊത്ത് സദ്യ കഴിച്ചു സുഖിച്ചിരുന്നവൻ പന്നികളെ മേയ്ക്കാനാണ് അവനെ നിയോഗിച്ചത്. കാരണം അത് അജ്ഞാനികളുടെ ഒരു നാടായിരുന്നു. അവർ ധാരാളം പന്നികളെ വളർത്തുന്നവരായിരുന്നു. അങ്ങനെ പന്നിക്കൂട്ടങ്ങളെ മേയ്ക്കുവാൻ അവനെ വയലിലേക്ക് അയച്ചു. അഴുക്ക് നിറഞ്ഞ കീറവസ്ത്രങ്ങൾ, പട്ടിണി, ദുർഗന്ധം ഇവയെല്ലാം അവനെ വട്ടമിട്ടു. ഭൃത്യന്മാർക്കെല്ലാം തന്നെ ഭക്ഷണം കുറവായിരുന്നു, പ്രത്യേകിച്ച് ഏറ്റവും താഴ്ന്ന ജോലിക്കാർക്ക്. ഇവൻ പന്നിയെ മേയ്ക്കുന്നവനും പരദേശിയുമായിരുന്നതിനാൽ ഏറ്റവും ഹീനനായി കരുതപ്പെട്ടു. കരുവേലകക്കുരു പന്നികൾ വെട്ടി വിഴുങ്ങുന്നത് കണ്ടപ്പോൾ അവൻ നെടുനിശ്വാസത്തോടെ സ്വയം മന്ത്രിച്ചു, ഇതുകൊണ്ട് എന്റെ വയറ് നിറയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ. എന്നാൽ അവയ്ക്ക് കടുത്ത കയ്പാണ്. പട്ടിണിയിൽ പോലും അവ തിന്നാൻ കഴിയുകയില്ല. അവൻ അധികനാൾ മുമ്പ് നടത്തിയിരുന്ന വിരുന്നുകൾ, സ്വയം വലിയ ആളായി ഭാവിച്ച് നടത്തിയ സദ്യകൾ, പാട്ട്, ഡാൻസ്, പൊട്ടിച്ചിരി ഇവയെല്ലാം ഓർത്ത് അവൻ കരഞ്ഞു. അതിനു പുറമെ അവൻ സ്വന്തം വീട്ടിൽ കഴിച്ചിരുന്ന മൃഷ്ടാന്ന ഭോജനത്തെക്കുറിച്ച് ഓർത്തു. ഒരു വ്യത്യാസവും കൂടാതെ 2 പേർക്കും അപ്പൻ വിളമ്പിക്കൊടുത്തിരുന്ന നല്ല ഭക്ഷണം. തനിക്കായി ഏറ്റവും കുറവുള്ളതെടുത്ത് നന്നായി ഭക്ഷണം കഴിക്കുന്ന മക്കളെ കണ്ട് സന്തോഷിച്ചിരുന്ന പിതാവ്. വേലക്കാർക്ക് പോലും നന്നായി ഭക്ഷണം കൊടുക്കുന്ന അപ്പൻ. നെടുനിശ്വാസം അവൻ ഉതിർത്തു. എന്റെ പിതാവിന്റെ വേലക്കാർക്ക്, അവരിൽ ഏറ്റവും താഴ്ന്നവർക്ക് പോലും ധാരാളം അപ്പമുണ്ട്. ഞാനോ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നു. ദീർഘമായ ഒരു ധ്യാനം, അവന്റെ അഹങ്കാരത്തെ അമർത്താനുള്ള ദീർഘമായ അധ്വാനം. അവസാനം ഒരു ദിവസം അവന് ശരിയായ എളിമയും ജ്ഞാനവും ഉദിച്ചു. അവൻ എഴുന്നേറ്റ് സ്വയം പറഞ്ഞു, ഞാൻ തിരിച്ച് അപ്പന്റെ പക്കലേക്ക് ചെല്ലും. ഈ അഹങ്കാരം വിഡ്ഢിത്തമാണ്. അതെന്റെ സ്വാതന്ത്ര്യത്തെ പോലും കളയുന്നു. എന്തിനാണ് ഞാൻ ഇങ്ങനെ സഹിക്കുന്നത്? അപ്പനിൽ നിന്നും മാപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആശ്വാസവും ലഭിക്കും. ശരീരത്തിനും മനസ്സിനും ഇത്രയും സഹിക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പന്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലും. ഇത് തീരുമാനമാണ്. എന്നിട്ട് ഞാൻ എന്തു പറയും? ഈ നികൃഷ്ടതയിൽ, ഈ അഴുക്കിന്റെ മധ്യത്തിൽ, വിശപ്പിന്റെ വേദന അനുഭവിക്കുന്ന എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ ഞാൻ പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിനക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഇനി എനിക്ക് അർഹതയില്ല. നിന്റെ ഏറ്റവും താഴ്ന്ന ഭൃത്യരിലൊരുവനായി എന്നെ കരുതി നിന്റെ മേൽപ്പുരയ്ക്ക് കീഴിൽ വസിക്കാൻ അനുവദിക്കണമേ. നീ ഇവിടെ നടക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അപ്പനോട് പറയാൻ എനിക്ക് സാധ്യമല്ല. അപ്പൻ അത് വിശ്വസിക്കുകയുമില്ല. എന്നാൽ എന്റെ പ്രവർത്തനങ്ങൾ അപ്പനോട് പറയും. അപ്പോൾ അപ്പൻ മനസ്സിലാക്കുകയും മരിക്കുന്നതിന് മുമ്പ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഓ, അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവൻ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം
ഭിക്ഷ യാചിച്ച് പിതാവിന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പന്റെ വയലുകളും വീടുകളും എല്ലാം അവൻ കണ്ടു. പണിയുടെ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്ന അപ്പനെയും കണ്ടു. കൂടുതൽ പ്രായം ചെന്നു, ദുഃഖനിമിത്തം ക്ഷീണിച്ചു. എന്നാലും എപ്പോഴും കാരുണ്യവും നന്മയും നിറഞ്ഞ അപ്പൻ. അവൻ നിമിത്തം അപ്പന് വന്ന മാറ്റം കണ്ട് കുറ്റബോധത്താൽ ഭയപ്പെട്ട് തരിച്ചു നിന്നുപോയി. എന്നാൽ ചുറ്റും നോക്കിയ വേളയിൽ അപ്പൻ അവനെ കണ്ടു. ഓടി അവന്റെ അടുത്തെത്തി, കാരണം അകലെയായിരുന്നു. അവനെ കഴുത്തിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവശനായ ആ ഭിക്ഷു സ്വന്തം മകനാണെന്ന് അപ്പന് മാത്രമേ മനസ്സിലായുള്ളൂ. സ്നേഹം പ്രകടിപ്പിക്കാൻ അപ്പന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പൻ ഇരു കൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മകനെ. അവൻ തല അപ്പന്റെ തോളിൽ വെച്ച് തേങ്ങിക്കരഞ്ഞുകൊണ്ട് വിങ്ങി വിങ്ങി പറയുന്നു, "അപ്പാ, അപ്പന്റെ കാൽക്കൽ വന്ന് വീണുകൊള്ളട്ടെ." "അല്ല മോനെ, എന്റെ കാൽക്കൽ നീ വീഴണ്ട. എന്റെ ചങ്കിന്റെ മുകളിൽ നീ ആശ്വസിക്കുക. നീ ഇല്ലാതിരുന്നതിനാൽ ആ ചങ്ക് എത്രമാത്രം വേദനിച്ചു. നിന്റെ ചുണ്ട് എന്റെ നെഞ്ചിൽ തട്ടി ആ ചങ്ക് ജീവൻ പ്രാപിക്കട്ടെ." അപ്പോൾ മകൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, "ഓ അപ്പാ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി. മകനെന്ന് വിളിക്കപ്പെടാൻ ഇനി എനിക്ക് അർഹതയില്ല. എന്നാൽ അപ്പന്റെ വേലക്കാരുടെ കൂടെ ഈ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കാൻ എന്നെ അനുവദിക്കണമേ. അപ്പനെ കണ്ടുകൊണ്ടും അപ്പൻ തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടും അപ്പനെ ശുശ്രൂഷ ചെയ്ത് ഞാൻ ജീവിക്കട്ടെ. ഇനിമേൽ എന്റെ ജീവശ്വാസം അപ്പനായിരിക്കും. ഓരോ അപ്പക്കഷ്ണം തിന്നുമ്പോഴും അപ്പന്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിനും കളങ്കപൂരിതമായ എന്റെ ഹൃദയം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ സത്യസന്ധനായി തീരും." എന്നാൽ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭൃത്യന്മാരുടെ പക്കലേക്ക് കൊണ്ടുപോയി. അവരെല്ലാം ഇത് കണ്ട് ഒരുമിച്ച് കൂടി ദൂരെ നിന്ന് നോക്കുകയായിരുന്നു. അപ്പൻ അവരോട് വിളിച്ചു പറഞ്ഞു, "വേഗമാകട്ടെ, ഏറ്റവും നല്ല കുപ്പായം കൊണ്ടുവരൂ. പരിമളം തൂകുന്ന വെള്ളം പാത്രങ്ങളിൽ കൊണ്ടുവന്ന് അവനെ കുളിപ്പിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂശി വസ്ത്രങ്ങൾ അണിയിക്കുക. അവന്റെ പാദങ്ങൾക്ക് പുതിയ ചെരിപ്പുകൾ കൊണ്ടുവരിക. ഒരു മോതിരം അവന്റെ വിരലിൽ അണിയിക്കുക. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുക. ഒരു സദ്യ തയ്യാറാക്കുക. കാരണം എന്റെ ഈ മകൻ മരിച്ചു പോയിരുന്നു. അവനിപ്പോൾ ജീവനിലേക്ക് തിരിച്ചു വന്നു. അവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹം അവൻ വീണ്ടും കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്നേഹവും അവന്റെ തിരിച്ചുവരവിലുള്ള നമ്മളുടെ ആഹ്ലാദവും ആഘോഷവും ഈ ബോധ്യം അവന് നൽകും. അവൻ എന്റെ കടശീലത്തെ സന്തതിയായിരുന്നതിനാൽ വളരെ പ്രിയപ്പെട്ടവനാണെന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ബാല്യപ്രായത്തിൽ പിച്ചവെച്ച് നടക്കുകയും അവന്റെ പുഞ്ചിരിയും കൊഞ്ചലും പിള്ളഭാഷയും കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്തപ്പോൾ എനിക്കുണ്ടായ അതേ സ്നേഹം ഇപ്പോഴുമുണ്ടെന്നും മനസ്സിലാക്കും." ഭൃത്യന്മാർ അവരോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. മൂത്ത മകൻ അങ്ങ് ദൂരെ നാട്ടിൻപുറത്തായിരുന്നതിനാൽ തിരിച്ചു വരുന്നതുവരെ കാര്യമൊന്നും അറിഞ്ഞില്ല. സന്ധ്യയ്ക്ക് മടങ്ങി വന്നപ്പോൾ വീട്ടിൽ പതിവില്ലാത്ത പ്രകാശമുള്ള വെളിച്ചം. വാദ്യഘോഷവും സംഗീതവും നൃത്തവും വീട്ടിൽ നടക്കുന്നു എന്നവൻ മനസ്സിലാക്കി. തിരക്കിട്ട് ഓടി നടന്നിരുന്ന ഒരു ഭൃത്യനെ വിളിച്ച് അവൻ കാര്യം അന്വേഷിച്ചു. "എന്താണ് വീട്ടിൽ സംഭവിക്കുന്നത്?" ഭൃത്യൻ മറുപടി പറഞ്ഞു, "നിന്റെ അനുജൻ തിരിച്ചു വന്നിരിക്കുന്നു. അവന്റെ ദുഷ്ടതയെല്ലാം മാറി അവൻ സുരക്ഷിതനായി തിരിച്ചു വന്നതിനാൽ തടിച്ച കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കാൻ അപ്പൻ കൽപ്പിച്ചു. സദ്യ ആരംഭിക്കുന്നതിന് നീയും വരാനായി അവൻ കാത്തിരിക്കുകയാണ്." എന്നാൽ ജ്യേഷ്ഠൻ കോപിച്ചു. അനുജനു വേണ്ടി സദ്യയും മറ്റും നടത്തുന്നത് അത്ര ശരിയല്ല, അവൻ ചിന്തിച്ചു. കാരണം അവൻ ഇളയവനാണ്, ദുഷ്ടനുമായിരുന്നു. അവൻ അകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തുടങ്ങുകയും ചെയ്തു. എന്നാൽ വിവരമറിഞ്ഞ പിതാവ് ഓടി വെളിയിലിറങ്ങി അവന്റെ ഒപ്പമെത്തി. അവനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തന്റെ സന്തോഷം അലങ്കോലപ്പെടുത്തരുതേ എന്ന് യാചിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ പറയുന്നു, "എനിക്ക് ഒരു വിഷമവും ഉണ്ടാകരുതെന്ന് അപ്പൻ പ്രതീക്ഷിക്കുകയാണോ?" മൂത്ത മകനോട് അപ്പൻ അനീതി കാട്ടുന്നു. അവനെ അപ്പന് പുച്ഛമാണ്.
ജോലി ചെയ്യാൻ പ്രായമായപ്പോൾ തുടങ്ങി ഞാൻ അപ്പന് സേവനം ചെയ്യുന്നു. അതും എത്ര വർഷത്തേക്ക്? അപ്പന്റെ ആജ്ഞകളൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. ഒരു ചെറിയ ഒരാഗ്രഹം പോലും ഞാൻ നിരസിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും അപ്പനോട് കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും വേണ്ടി ഞാൻ അപ്പനെ സ്നേഹിച്ചു. അത് അവൻ അപ്പനേൽപ്പിച്ച മുറിവ് സുഖപ്പെടാൻ വേണ്ടിയായിരുന്നു. എന്നാൽ എന്റെ കൂട്ടുകാരുമൊത്ത് ഒരു വിരുന്ന് നടത്താൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും അപ്പൻ എനിക്ക് തന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ എന്റെ അനുജനെ ബഹുമാനിക്കുന്നതിനായി നല്ല കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവനാണെങ്കിൽ അപ്പനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി. അപ്പൻ എത്ര വിഷമം വരുത്തി. മടിയനായി എല്ലാം ധൂർത്തടിച്ച് നശിപ്പിച്ചതിനു ശേഷം പട്ടിണിയായപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുന്നത് നല്ല സുഖമല്ലേ? അപ്പൻ എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പൻ അവനെ മാറോടണച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് വിചാരിക്കാൻ നിനക്ക് കഴിയുമോ? നിന്റെ നല്ല സ്വഭാവത്തിന് സമ്മാനമായി ഞാൻ വിരുന്ന് നൽകാത്തതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാമോ? നിന്റെ പ്രവൃത്തികൾ അവയിൽ തന്നെ പരിശുദ്ധമാണ്. അതിനാൽ എല്ലാവരും നിന്നെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിന്റെ അനുജൻ നേരെ മറിച്ച് മറ്റുള്ളവരുടെയും അവന്റെ തന്നെയും ദൃഷ്ടിയിൽ പുനരധിവസിപ്പിക്കേണ്ടതായിട്ടാണ് വന്നിരിക്കുന്നത്. കാണാൻ കഴിയുന്ന സമ്മാനമൊന്നും നിനക്ക് ഞാൻ തരാത്തതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നിനക്ക് വിചാരിക്കാൻ കഴിയുമോ? രാവും പകലും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നീ എന്റെ ഹൃദയത്തിലുണ്ട്. എല്ലാ നിമിഷവും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും എന്റെ കൂടെ ആയിരിക്കുക എന്നത് നിരന്തരമുള്ള ഒരു പ്രതിസമ്മാനമാണ്. എന്നാൽ നിന്റെ അനുജനു വേണ്ടി ഒരു വിരുന്ന് നടത്തി ആഘോഷിക്കേണ്ടത് ഉചിതമാണ്. കാരണം നിന്റെ അനുജൻ മൃതനായിരുന്നു, അവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നാൽ നമ്മുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. മൂത്തപുത്രൻ അപ്പന്റെ ആഗ്രഹത്തിന് വഴങ്ങി. എന്റെ സ്നേഹിതരെ, ഇതാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഭവനത്തിലും സംഭവിക്കുന്നത്. ഇളയ പുത്രനെ പോലെയാണല്ലോ താനെന്ന് വിചാരമുള്ള എല്ലാവരും അയാളെ പോലെ പിതാവിന്റെ പക്കലേക്ക് പിന്തിരിയുകയാണെങ്കിൽ പിതാവ് അയാളോട് പറയും, എന്റെ പാദത്തിങ്കലല്ല എന്റെ ചങ്കിന്മേൽ വിശ്രമിക്കുക എന്ന്. നിന്റെ അഭാവത്തിൽ ആ ചങ്ക് എത്രമാത്രം വേദനിച്ചു. നിന്റെ തിരിച്ചുവരവിൽ അത് എത്രയധികമായി ഇപ്പോൾ സന്തോഷിക്കുന്നു. മൂത്തപുത്രനെ പോലെയാണ് താനെന്ന് കരുതുന്നവർ, പിതാവിനെതിരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവർ, പിതാവിന്റെ സന്തോഷത്തിൽ അസൂയപ്പെടാതെ അതിൽ പങ്കുകൊള്ളുകയും രക്ഷിക്കപ്പെട്ട സഹോദരനെ സ്നേഹിക്കുകയും ചെയ്യണം. ഇത്രയുമേയുള്ളൂ. എൻഡോറിലെ ജോണും ലാസറസും ഇവിടെ നിന്നാൽ കൊള്ളാം. മറ്റുള്ളവർ പോയി മേശ തയ്യാറാക്കിക്കൊള്ളുക. ഞങ്ങൾ അധികം താമസിക്കുകയില്ല. എല്ലാവരും പോകുന്നു. ഈശോയും ലാസറസും ജോണും മാത്രമായപ്പോൾ ഈശോ പറയുന്നു, ലാസറസേ, നീ കാത്തിരിക്കുന്ന ആത്മാവിന് ഇതാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നിന്റെ ആത്മാവിന് സംഭവിക്കുന്നത് ജോണേ. ദൈവത്തിന്റെ ധാരാളതയ്ക്ക് അതിരില്ല. അപ്പസ്തോലന്മാർ മേരിയോടും മറ്റു സ്ത്രീകളോടും കൂടെ വീട്ടിലേക്ക് നടക്കുന്നു. മാർജിയാം തുള്ളിച്ചാടി അവരുടെ മുമ്പേ പോകുന്നു. എന്നാൽ അവൻ പെട്ടെന്ന് തിരിച്ചു വന്ന് മേരിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്നു, എന്റെ കൂടെ വരൂ, എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. നമ്മൾ മാത്രമായിരിക്കുമ്പോഴേ പറയുകയുള്ളൂ. മേരി അവനെ അനുഗമിക്കുന്നു. മുറ്റത്തിന്റെ ഒരു മൂലയ്ക്കുള്ള കിണറിന്റെ ഭാഗത്തേക്ക് അവർ പോയി. നിലത്ത് നിന്ന് മട്ടുപ്പാവ് വരെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു ചെടി ആ കിണറിന് മീതെ കൂടെ കയറി അതിനെ പൂർണ്ണമായി മൂടിയിരിക്കുകയാണ്. അതിന്റെ പിന്നിലതാ കറിയോത്തുകാരൻ. യൂദാസേ, നിനക്കെന്തു വേണം? മാർജിയാം, നീ പൊയ്ക്കോ. നിനക്കെന്തു വേണം, പറയൂ. ഞാൻ തെറ്റു ചെയ്തു. ഗുരുവിന്റെ അടുത്ത് പോകാനോ എന്റെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കാനോ എനിക്ക് ധൈര്യമില്ല. എന്നെ സഹായിക്കൂ. ഞാൻ സഹായിക്കാം. എന്നാൽ നീ എത്രമാത്രം ദുഃഖം മറ്റുള്ളവർക്ക് വരുത്തുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? നീ നിമിത്തം എന്റെ മകൻ കരഞ്ഞു. നിന്റെ കൂട്ടുകാർ എത്രയധികം വിഷമം സഹിച്ചു. എങ്കിലും വരൂ, ആരും നിന്നോടൊന്നും പറയുകയില്ല. നിനക്ക് കഴിയുമെങ്കിൽ ആ പാപങ്ങൾ ഇനി ചെയ്യരുത്. മനുഷ്യനെ നാണം കെടുത്തുന്നതും ദൈവവചനത്തിനെതിരെയുള്ള ദ്രോഹവുമാണവ.
അമ്മ എന്നോട് അതെല്ലാം ക്ഷമിക്കുമോ? ഞാനോ? നിനക്ക് ഞാൻ വെറും നിസ്സാരയല്ലേ? നീ വലിയ ആളാണെന്നല്ലേ ചിന്തിക്കുന്നത്? കർത്താവിന്റെ ദാസരിൽ ഏറ്റവും ചെറിയവളാണ് ഞാൻ. എന്റെ മകനെക്കുറിച്ച് നിനക്ക് ഒരു ചിന്തയുമില്ലെങ്കിൽ എന്നെക്കുറിച്ച് നിനക്ക് വിഷമം വരുന്നതെങ്ങനെ? കാരണം എനിക്ക് ഒരമ്മയുണ്ടല്ലോ. നീ എന്നോട് ക്ഷമിച്ചാൽ അവളും എന്നോട് ക്ഷമിച്ചെന്ന് എനിക്ക് സമാധാനപ്പെടാം. നിന്റെ ഈ കുറ്റം അവൾ അറിയുന്നില്ലല്ലോ. എന്നാൽ ഗുരുവിനോട് ഞാൻ നന്നായിട്ട് വർത്തിച്ചുകൊള്ളാമെന്ന് എന്നെക്കൊണ്ട് അവൾ ശപഥം ചെയ്യിച്ചതാണ്. ഞാൻ കള്ളസത്യം ചെയ്യുന്നവനാണ്. എന്റെ അമ്മയുടെ ആത്മാവ് എന്നെ കുറ്റപ്പെടുത്തുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. നിനക്കത് തോന്നുന്നുണ്ട് അല്ലേ? എന്നാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ ദുഃഖവും ശാസനയും നിനക്കൊട്ടും അനുഭവപ്പെടുന്നില്ല. പിതാവിന്റെ വചനത്തിന്റെ ദുഃഖവും അല്ലേ? നിന്റെ കാര്യം എത്ര ലജ്ജാവഹമാണ് യൂദാസേ. നിനക്ക് തന്നെയും നിന്നെ സ്നേഹിക്കുന്നവർക്കും നീ ദുഃഖമാണ് വരുത്തി വയ്ക്കുന്നത്. മേരി വളരെ ഗൗരവത്തിലും ദുഃഖത്തോടും കൂടെയാണ് സംസാരിക്കുന്നത്. വെറുപ്പില്ലാതെ. എന്നാൽ വളരെ ഗൗരവത്തിലാണ് മേരി സംസാരിക്കുന്നത്. യൂദാസ് കരയുന്നു. കരയേണ്ട, നിന്നെ തന്നെ നന്നാക്കാൻ നോക്കൂ. വരൂ. അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് രണ്ടുപേരും അടുക്കളയിലേക്ക് കയറുന്നു. എല്ലാവർക്കും വലിയ വിസ്മയം. എന്നാൽ ആരും അനിഷ്ടമായതൊന്നും പറയാതിരിക്കാൻ മേരി കരുതലോടെയാണ് പ്രവർത്തിക്കുന്നത്. അവൾ പറയുന്നു, യൂദാസ് തിരിച്ചു വന്നിരിക്കുന്നു. പിതാവിന്റെ വാക്കുകൾ കേട്ട് മൂത്തപുത്രൻ ചെയ്തതുപോലെ എല്ലാവരും വർത്തിക്കണം. ജോൺ, നീ പോയി ഈശോയോട് പറയുക. സെബദിയുടെ പുത്രൻ ജോൺ ഓടിപ്പോകുന്നു. അടുക്കളയിൽ മൗനം മുറ്റി നിൽക്കുകയാണ്. പിന്നെ യൂദാസ് പറയുന്നു, എല്ലാവരും എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ ഒന്നാമത് സൈമൺ എന്നോട് ക്ഷമിക്കൂ. നിന്റെ ഹൃദയം ഒരു പിതാവിനടുത്തതാണ്. ഞാനും ഒരനാഥ ബാലനാണല്ലോ. ശരി, ഞാൻ ക്ഷമിക്കുന്നു. ദയവായി അതേക്കുറിച്ച് ഇനി ഒന്നും പറയേണ്ട. നമ്മൾ സഹോദരന്മാരാണ്. എപ്പോഴും ഈ ഏറ്റവും ഇറക്കവും ക്ഷമയും വീണ്ടും ധിക്കാരവും എനിക്കൊട്ടും ഇഷ്ടമല്ല. തെറ്റ് ചെയ്യുന്നവനെയും ക്ഷമിക്കുന്നവനെയും എളിമപ്പെടുത്തുന്ന ഇടപാട്. ഇതാ ഈശോ ഇവിടെയുണ്ട്. ഈശോയുടെ പക്കലേക്ക് പോകൂ. എനിക്കതേ പറയാനുള്ളൂ. യൂദാസ് പോകുന്നു. പത്രോസ് കോടാലിയെടുത്ത് തെരുതെരെ വിറകു കീറിയിടുന്നു. വേറൊന്നും ചെയ്യാൻ പത്രോസിന് കഴിയുന്നില്ല.